അപ്പോൾ ഇന്ന് നമുക്കൊരു പൗച്ച് ഉണ്ടാക്കിയാലോ. നമ്മുടെ പെന്നും പെൻസിലും കളേഴ്സും ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി പൗച്ച്. ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടേത് കുറച്ച് വെറൈറ്റിയാണ്. ഒരു സാധാ ബുക്കിലെ പേജ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അത് വെള്ളം നനഞ്ഞാൽ കേടാവില്ലേന്ന്. ഇല്ല, കേടാവില്ല. അതിനുള്ള വഴി ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഞാനൊരു പേജ് എടുത്തിട്ടുണ്ട്. 2 പേജ് വരുന്നതായിട്ട് എടുക്കണം കേട്ടോ. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക, കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ക്യൂട്ടായിട്ടുള്ള കുറച്ച് ചിത്രങ്ങൾ വരച്ച് കൊടുക്കുക, കളേഴ്സ് കൊടുക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് അടുത്ത പരിപാടി, ട്രാൻസ്പെറൻറ്റ് ടേപ്പില്ലേ, ഇൻസുലേഷൻ ടേപ്പ്, അതെടുത്തതിന് ശേഷം മൊത്തത്തിലൊന്ന് കവർ ചെയ്യുക. അതിൻ്റെ ബാക്കും ഫ്രണ്ടും ഒക്കെ മൊത്തത്തിൽ ഇതുപോലെ കവർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ വെള്ളം നനഞ്ഞാൽ കേടാവോ? എന്നിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക കേട്ടോ. ജസ്റ്റ് അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ കോണായിട്ടൊന്ന് കട്ട് ചെയ്യുക ചെയ്യാം. എന്നിട്ട് അതിൻ്റെ സൈഡ് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്, ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ചെറിയൊരു പേപ്പർ ഇങ്ങനെ എടുത്തതിന് ശേഷം അതിലും ട്യൂലിപ്പ് വരച്ച് കൊടുക്കുക. ഇൻസുലേഷൻ ടാപ്പിൽ കവർ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതുപോലെ തന്നെ ഒരു നീളത്തിലുള്ള പേപ്പർ എടുത്തിട്ട് മൊത്തത്തിൽ റോസ് കളർ അടിക്കുക, ഇൻസുലേഷൻ ടാപ്പിൽ കവർ ചെയ്യുക, ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പം നമുക്ക് തുറക്കുകയും അടയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പെന്നും പെൻസിലൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു പൗച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആരും പുറത്തുനിന്ന് വാങ്ങി കഷ്ടപ്പെടണ്ട, നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എന്നോട് പറയാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ പറയുക. പിന്നെ ഒരു ലൈക്കും സപ്പോർട്ടും ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ബൈ.